കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബ് ആക്കുമെന്ന് ഇടതുപക്ഷ സർക്കാർ പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. എന്നാൽ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അതിന് നേരെ വിപരീതവുമാണ്. ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ സഹപാഠികളുടെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായ സിദ്ധാർത്ഥൻ്റെ മരണം. സംസ്ഥാനത്തെ ഒരു പറ്റം കലാലയങ്ങളെ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവ വിദ്യാഭ്യാസ സ്ഥാപനം എന്ത് ആകരുത് എന്നതിൻ്റെ ഉത്തമ മാതൃകകൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ എന്താകരുത് എന്നതിൻ്റെ ഉദാഹരണങ്ങളായി ചില വിദ്യാർത്ഥി സംഘടനകളും നിലകൊള്ളുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് SFI ആണെന്നതും നിഷേധിക്കാനാവില്ല. സമീപകാലത്ത് ഉണ്ടായ പല സംഭവങ്ങളിലും പ്രതിപട്ടികയിൽ ഇടം പിടിച്ചത് മുഖ്യമായും ഈ സംഘടനയിൽപ്പെട്ടവരാണ്. കലാലയങ്ങൾ സർഗാത്മകതയുടെ ഇടങ്ങളായിരിക്കണമെന്ന് പറയുന്നത് ക്ലീശയാണെങ്കിലും അത് സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. മനുഷ്യൻ വചനജീവിയും അതുകൊണ്ട് അയാൾ രാഷ്ട്രീയ ജീവിയുമാണെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടിനും പറ്റിയ ഇടം ക്യാമ്പസുകളാണ്. എല്ലാത്തരം പരീക്ഷണങ്ങളുടെയും വേദിയാണ് അവ. കേംബ്രിഡ്ജ് സർവകലാശാലയുടെ മേധാവിയായിരുന്ന ലോർഡ് അന്നൻ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. 1 ബൗദ്ധികം, 2 ബൗദ്ധികം, 3 ബൗദ്ധികം. കാരണം ചിന്താ സ്വാതന്ത്ര്യം ഉള്ളിടത്താണ് ബൗദ്ധിക പ്രവൃത്തി ഉടലെടുക്കുന്നത്. ഇത് ഒറ്റപ്പെട്ടല്ല, പലതരം സ്വാതന്ത്ര്യവുമായി ചേർന്നാണ് നിലകൊള്ളുന്നത്. സ്വാതന്ത്ര്യം ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നും അതിനെ പൊതുവെ ചിലതിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യവും ചിലതിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും എന്നിങ്ങനെ തരംതിരിക്കാമെന്നുമാണ് മാർഗരറ്റ് അറ്റ്വുഡ് പറയുന്നത്. ചിന്തയിലായാലും ആശയങ്ങളിലായാലും പ്രവൃത്തിയിലായാലും മറ്റ് എന്തിലായാലും പരസ്പരം ബന്ധപ്പെട്ടും വേർപെട്ടും നിൽക്കാനുള്ള അവകാശത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രശസ്ത ഉറുദു കവി ബഷീർ ബദ്ര പറയുന്നത് പോലെ, നിങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ച് എന്നോട് ശത്രുത പുലർത്തിക്കോളൂ, പക്ഷേ അബദ്ധവശാൽ നാം എന്നെങ്കിലും സുഹൃത്തുക്കൾ ആകേണ്ടി വന്നാൽ നാണക്കേട് തോന്നാതിരിക്കാൻ ശ്രദ്ധിക്കണം. കലാലയങ്ങളുടെ ഔന്നത്യം നിലനിർത്താൻ അക്കാദമിക് മികവ് മാത്രം പോരാ, ഇത്തരം ചില ഗുണങ്ങൾ കൂടി ആവശ്യമാണ്. പ്രത്യേകിച്ച് ആർദ്രത, ബഹുസ്വരത, ആഴത്തിലുള്ള സംവാദം, ഇതിൽ നിന്നെല്ലാം ഊറി വരുന്നതാണ് അക്കാദമിക് മികവ്. അപവാദങ്ങൾ മാറ്റിവെച്ചാൽ ഇതൊക്കെ നമ്മുടെ കലാലയങ്ങളിൽ അവയുടെ അഭാവം കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. സംവാദങ്ങളും ചർച്ചകളും കലാസാംസ്കാരിക പ്രവർത്തനങ്ങളും മുറ പോലെ നടക്കുന്നുണ്ടെങ്കിലും അവ ഒട്ടുമിക്കപ്പോഴും ഏകപക്ഷീയമായി മാറുകയും മറുപക്ഷം വരുന്നിടത്ത് സംഘർഷഭരിതമാകുകയും ചെയ്യുന്നുണ്ട്. ക്യാമ്പസുകൾ മുമ്പും സംഘർഷഭരിതമാകാറുണ്ട്. യൂണിയൻ തിരഞ്ഞെടുപ്പുമായും മത്സരാധിഷ്ഠിത രാഷ്ട്രീയവുമായും ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില്ലറ അടിപിടിയായിട്ടാണ് അത് അരങ്ങേറിയിരുന്നത്. അതൊന്നും കുടിപ്പകയിലോ ആൾക്കൂട്ട വിചാരണയിലോ കലാശിച്ചിരുന്നില്ല. മാത്രമല്ല, അത്തരം സന്ദർഭങ്ങളിൽ മാതൃകാപരമായി ഇടപെടാൻ ശേഷിയുള്ള അധ്യാപകരും ഉണ്ടായിരുന്നു. അനീതി ലോകത്തെവിടെ നടന്നാലും അതിൽ വേദന പൂണ്ടിരുന്നൊരു ക്യാമ്പസ് സമൂഹവും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ വർദ്ധിക്കുകയാണ്. കൊലപാതകങ്ങളിലേക്കും ആൾക്കൂട്ട ആക്രമണങ്ങളിലേക്കും വരെ അവ ചെന്നെത്തിയിരിക്കുന്നു. തന്നെയുമല്ല, അധ്യാപക സമൂഹത്തിൻ്റെ നിഷ്പക്ഷതയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ലോകത്തല്ല, തൊട്ടുമുന്നിൽ അരങ്ങേറുന്ന അനീതി പോലും ആരെയും മതിക്കുന്നില്ല. അനീതിയുടെ ചരിത്രം ഒട്ട് ഓർമ്മയുമില്ല. ചിലർ അനീതിയുടെ ഭാഗവുമാകുകയാണ്. പൂക്കോട് നടന്നതും അതാണ്. വ്യക്തമായ ലോകവീക്ഷണവും പ്രാഗൽഭ്യവുമുള്ള അധ്യാപകരും പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളും സംഘടനാ പ്രവർത്തകരും ഇല്ല എന്നല്ല, പക്ഷേ അവരുടെ ശബ്ദം ആൾക്കൂട്ട ബഹളത്തിന് ഇടയിൽ മുങ്ങിപ്പോകുകയാണ്. നമ്മുടെ ക്യാമ്പസുകൾ എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമായി എന്നതിൻ്റെ നേർത്തെളിവാണ് ഇത്. ഏകകക്ഷി ഭരണം പോലെ ഏക വിദ്യാർത്ഥി സംഘടനാ ഭരണമാണ് പല കലാലയങ്ങളിലും. മറ്റൊരു സംഘടനയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോയിട്ട് യൂണിറ്റ് ഉണ്ടാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ബഹുകക്ഷി സമ്പ്രദായം നിലവിലുള്ള കേരളത്തിൻ്റെ മുഖത്തു നോക്കി അവ കൊഞ്ഞനം കുത്തുകയാണ്. വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി സംഘടനകളെ സൃഷ്ടിക്കുന്നതു പകരം സംഘടനകൾ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്ന തലതിരിഞ്ഞ ഏർപ്പാടാണിത്. നമ്മുടെ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും പൊതുവായി സംഭവിക്കുന്ന മൂല്യച്യുതിയുടെ പ്രതിഫലനം കൂടിയാണിത്. അധികാരവും പണവും പൊങ്ങച്ചത്തിൽ ചാലിച്ച അഹങ്കാരവുമാണ് രണ്ടിൻ്റെയും മുഖമുദ്ര. കണക്കെടുപ്പാണ് ഈ തലമുറയുടെ മതമെന്ന് അമേരിക്കൻ എഴുത്തുകാരി ഗെർട്രൂഡ് സ്റ്റെയിൻ പറഞ്ഞത് മലയാളികളെ കൂടി ഉദ്ദേശിച്ചാവണം. കാരണം എണ്ണലിലാണ് നമുക്ക് കൂടുതലും പഥ്യമുള്ളത്. അത് വോട്ടെണ്ണലും നോട്ടെണ്ണലുമാണ് എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ക്യാമ്പസുകളിലും പുറത്തും പ്രശ്നം സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയമല്ല, ശരിയായ രാഷ്ട്രീയത്തിൻ്റെ അഭാവമാണ്. തന്മൂലം രാഷ്ട്രീയം ക്രിമിനൽവൽക്കരിക്കപ്പെടുകയാണ്. ഇതാണ് ക്യാമ്പസുകളിലും നടക്കുന്നത്.